അടുത്ത ടോപ്പിക് നമ്മൾ നോക്കുന്നത് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻസിൻ്റെ സർട്ടൺ ഇംപ്രൂവ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. അതായത് നോർമലി ഉള്ള ഒരു ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനിൽ നിന്ന് കിട്ടുന്ന വർക്ക് ഔട്ട്പുട്ടിനേക്കാളും കൂടുതൽ വർക്ക് ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം, അതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. മെയിനായിട്ട് നമ്മൾ 3 മെത്തേഡ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ വി ഹാവ് ദി റീഹീറ്റിംഗ് സൈക്കിൾ, സെക്കൻഡ് വൺ റീജനറേറ്റീവ് ഹീറ്റിംഗ് ആൻഡ് തേർഡ് വൺ ഇൻ്റർകൂളിംഗ്. ഓക്കെ, ഈ ടേംസ് നിങ്ങൾ മുമ്പ് നമ്മൾ സ്റ്റീം ടർബൈൻസ് നോക്കിയപ്പോഴും കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ്, റാങ്കിൻ സൈക്കിളിൻ്റെ കേസിലൊക്കെ കേട്ടിട്ടുള്ള ടേംസ് തന്നെയാണ്, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള മെത്തേഡ്സും തന്നെയാണ്. സോ ഇതിൽ ഫസ്റ്റ് വൺ റീഹീറ്റിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗ്യാസ് ടർബൈൻസിൻ്റെ കേസിൽ കംപ്രസറിൽ എയർ കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മളൊരു കമ്പസ്റ്റൻ ചേമ്പറിലാണ് ഹീറ്റ് അഡിഷൻ നടത്തുന്നത്. ഓക്കെ, അവിടെ വരുന്ന എൻതാൽപ്പി ഇൻക്രീസാണ് നമ്മൾ ടർബൈൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്, എക്സ്പാൻഡ് ചെയ്ത് ടർബൈൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ വൺ മെത്തേഡ് ഫോർ ഇംപ്രൂവിങ് ദി വർക്ക് ഔട്ട്പുട്ട് ഓഫ് എ ഹീറ്റ് സൈക്കിൾ ഈസ് ടു എക്സ്പാൻഡ് ദ ഗ്യാസ് ഇൻ 2 സ്റ്റേജസ്. ആദ്യമേ ഒരു ഹൈ പ്രഷർ ടർബൈൻ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും. ഓൾമോസ്റ്റ് ആ ഒരു എക്സ്പാൻഷനിൽ നടക്കുന്ന ഫുൾ എനർജി, അതായത് ആ ഹൈ പ്രഷർ ടർബൈൻ്റെ ഔട്ട്പുട്ട് മൊത്തമായിട്ടും നമുക്ക് കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടി മാത്രം വേണ്ടി വരും. ഓക്കെ, ദെൻ വീണ്ടും അതിനകത്ത് കുറച്ചൊരു പോർഷൻ ഓഫ് എനർജി റിമൈനിങ് കാണും. അതിനകത്തോട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ഓക്സിലറി മെത്തേഡ് യൂസ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് റീഹീറ്റ് ചെയ്യും. അതായത് ഔട്ട്പുട്ട് വന്ന ഗ്യാസിനെ ഒന്നും കൂടെ റീഹീറ്റ് ചെയ്യും. എന്നിട്ട് ആ റീഹീറ്റ് ചെയ്ത് കിട്ടുന്ന സെക്കൻഡറി ആയിട്ട് വരുന്ന ഗ്യാസിനെയാണ് നമ്മൾ രണ്ടാമത്തെ ലോ പ്രഷർ ടർബൈനോട്ട് കൊടുക്കുന്നത്. ഐഡിയലി ലോ പ്രഷർ ടർബൈനിൽ നിന്ന് കിട്ടുന്ന വർക്ക് ആയിരിക്കണം നമ്മുടെ വർക്ക് ഔട്ട്പുട്ടായിട്ട് തന്നെ വരുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഹൈ പ്രഷർ ഗ്യാസ് ടർബൈൻസിൻ്റെ കേസിൽ കംപ്രസറാണ് ഒരു മേജർ പോർഷൻ ഓഫ് വർക്കും അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇതിന് പകരം ഒരു സിംഗിൾ ടർബൈൻ യൂസ് ചെയ്തിരുന്നെങ്കിലും അതിനകത്തൊരു വലിയ പോർഷൻ ഓഫ് എനർജി കംപ്രസർ കൊണ്ടുപോയിട്ട് ബാക്കി റിമൈനിങ് ആയിരുന്നു തന്നെ വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പക്ഷേ റീഹീറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ TS ഡയഗ്രാം നോക്കണം. സോ ഇതാണ് റീഹീറ്റ് സൈക്കിളിൻ്റെ കേസിൽ വരുന്ന TS ഡയഗ്രാം. ഹിയർ 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കംപ്രഷനാണ്. ദെൻ 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കമ്പസ്റ്റൻ പ്രോസസ്സാണ്, അതായത് നമ്മുടെ ഹീറ്റ് അഡിഷൻ പ്രോസസ്സ്. ഓക്കെ, ഞാൻ 2 and 2' എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്ന പോയിൻറ്റ് ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള പോയിൻറ്റ്, 2' എന്ന് പറയുന്നത് ആക്ച്വൽ കണ്ടീഷനിലാണ്, അത് ഐസെൻട്രോപ്പിക് ആയിരിക്കില്ല കംപ്രഷൻ എന്ന് അസം ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് വി ഹാവ് ദി എക്സ്പാൻഷൻ. അത് എക്സ്പാൻഷൻ ഇൻ ദി ഹൈ പ്രഷർ ടർബൈനാണ്. HP ടർബൈനിലെ എക്സ്പാൻഷനാണ് നമ്മൾ 3 to 4' എന്ന പ്രോസസ്സിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. 3 to 4 എന്ന് പറയുന്നത് ആ സെയിം കണ്ടീഷനിൽ ഐസെൻട്രോപ്പിക് കണ്ടീഷൻ. ദെൻ അടുത്തത് വി ഹാവ് 4' to 5, അതാണ് റീഹീറ്റിംഗ് പ്രോസസ്സ്. അതായത് 3 to 4 വരെ ഹൈ പ്രഷർ ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഇതിനെ റീഹീറ്റ് ചെയ്യും. റീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ സെയിം പ്രഷറിൽ തന്നെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിനടുത്ത പോയിൻ്റ് കിട്ടി. ദെൻ അവിടെ നിന്നാണ് അടുത്ത 5 to 6 എന്ന് പറയുന്ന ലോ പ്രഷർ ടർബൈനിൽ എക്സ്പാൻഷൻ നടക്കുന്നത്. ദെൻ 6' to 1 ആയിരിക്കണം നമ്മുടെ ഫൈനൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ സൈക്കിൾ ആയതുകൊണ്ടാണ് 6' to 1 ഒരു പ്രോസസ്സായിട്ട് പറയാത്തത്. ഓക്കെ, ഇനി ഇതിനിടയിൽ നമ്മളൊരു L and L' ഒരു പോയിൻ്റ് ഉണ്ട്. അതായത് 4' to L' റെപ്രസെൻറ്റ്സ് ദി എക്സ്പാൻഷൻ വിത്തൗട്ട് റീഹീറ്റ്. അതായത് ഇതായിരുന്നു P2 എന്ന് പറയുന്ന പ്രഷർ ലൈൻ. ദെൻ ഏറ്റവും താഴെയുള്ളതാണ് P1 പ്രഷർ ലൈൻ. നമ്മളൊരു റീഹീറ്റിംഗ് അപ്പാരറ്റസ് യൂസ് ചെയ്യാതെ ഒരു സിംഗിൾ സ്റ്റേജിലായിരുന്നു എക്സ്പാൻഡ് ചെയ്തത് എങ്കിൽ ദ എക്സ്പാൻഷൻ വുഡ് ബി ഫ്രം 3 to L' വരെ ആയിരുന്നു തന്നെ. ഓക്കെ, ഒരു റീഹീറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു 2 ടർബൈൻസ് യൂസ് ചെയ്യാതെ ഒറ്റ ടർബൈനാണ് യൂസ് ചെയ്തെങ്കിൽ 3 to L' ആയിരുന്നു തന്നെ നമ്മുടെ ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പം ആ എക്സ്പാൻഷൻ പ്രോസസ്സിനാണ് നമ്മൾ 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ 2, L, 6, 4 ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവിടുത്തെ എല്ലാം ഐസെൻട്രോപ്പിക് കണ്ടീഷൻസ് ആണ്. അതായത് ഇഫ് 1 to 2 കംപ്രഷൻ പ്രോസസ് വാസ് പ്യുവർലി ഐസെൻട്രോപ്പിക്, ദ സെക്കൻഡ് പോയിൻറ്റ് വിൽ ബി 1 to 2 ആയിരുന്നു തന്നെ. പക്ഷേ അത് പ്യുവർലി ഐസെൻട്രോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് 2' എന്നൊരു പോയിൻറ്റ് കിട്ടിയത്. ഇനി റീഹീറ്റിംഗ് വെച്ച് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുമെന്ന് അറിയാനായിട്ട് അതിൻ്റെ ഗ്രാഫ് തന്നെ യൂസ് ചെയ്ത് പറയാം. ആ ഗ്രാഫ്സ് തന്നെ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. ദെൻ നേരത്തെ പറഞ്ഞു വർക്ക് ഔട്ട്പുട്ട് ഫ്രം ദ ഹൈ പ്രഷർ ടർബൈൻ ഷുഡ് ബി എക്സാക്ട്ലി ഈക്വൽ ടു കംപ്രസർ വർക്ക് ഔട്ട്പുട്ട്. ഓക്കെ, അതായത് ഇവിടെ 3 to 4' വരെയുള്ള എക്സ്പാൻഷനാണ്
നമ്മുടെ ടർബൈനിൽ ഹൈ പ്രഷർ ടർബൈനിലെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അതായത് ഇതായിരിക്കും നമ്മുടെ ഹൈ പ്രഷർ ടർബൈനിലെ വർക്ക് ഔട്ട്പുട്ട് MCP T3 - T4 എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് വിൽ ബി എക്സാക്ട്ലി ഈക്വൽ ടു MCP 2-1. അതായത് കംപ്രസറിന് വേണ്ട വർക്കിന് എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കും. സോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 4- to L- ആണോ അതോ 5 to 6- ആണോ ഗ്രേറ്റർ എന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം ഇത്രയും പോർഷൻ എന്തായാലും നമ്മുടെ കംപ്രസർ വർക്കിന് ഈക്വലൻ്റ് ആണ്. ബാക്കി റിമൈനിങ് ഉള്ള പോർഷൻ ഏതിനാണ് കൂടുതലെന്ന് മാത്രം അറിഞ്ഞാൽ മതി. കാരണം 3 to L- എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ 2 ടർബൈൻസ് യൂസ് ചെയ്യാതെ ഒരു സിംഗിൾ ടർബൈനായിരുന്നു എക്സ്പാൻഷന് യൂസ് ചെയ്തത് എങ്കിൽ ഉള്ള റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഇത്രയും പോർഷൻ കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ബാക്കി റിമൈനിങ് ഇത്രയും പോർഷനാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി അതല്ല നമ്മൾ റീഹീറ്റ് സൈക്കിളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 to 4- വരെയുള്ള പോയിൻറ്റ് കംപ്രസർ വർക്കിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 4- to 5 റീഹീറ്റ് ചെയ്തു. അതിനുശേഷം 5 to 6- എന്ന് പറയുന്നതാണ് നമുക്ക് ആക്ച്വലി വർക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, സോ 4- to L- ഈസ് ദ വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് റീഹീറ്റിംഗ് ആൻഡ് 5 to 6- ഈസ് ദ വർക്ക് ഔട്ട്പുട്ട് വിത്ത് റീഹീറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ഹയർ വാല്യൂ എന്ന് ചെക്ക് ചെയ്താൽ മതി. ദെൻ അത് ഞാൻ ഇക്വേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് വർക്ക് ഔട്ട്പുട്ട് ഫ്രോം ദ ഹൈ പ്രഷർ ടർബൈൻ ഈസ് ഈക്വൽ ടു വർക്ക് ഓഫ് ദ കംപ്രസർ. അതായത് CPA × T2- - T1 ഈസ് ഈക്വൽ ടു T3 - T4-. ഇവിടെ നമ്മൾ CPA ആൻഡ് CPG എന്ന് പറഞ്ഞ് 2 വേരിയബിൾസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രൈറ്റൺ സൈക്കിൾ പറയുമ്പോഴത്തേക്കും ഐഡിയൽ കണ്ടീഷനാണ്, എയർ ആണ് വർക്കിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ടായിട്ട് CP ഓഫ് എയർ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്യൂവൽസ് ബേൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്യാസിന് വേറെ ഒരു സ്പെസിഫിക്കറ്റ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ CPAയും CPGയും. CPA എന്ന് പറയുമ്പോഴത്തേക്കും കംപ്രസറിലെ കണ്ടീഷൻ, കംപ്രസറിൽ പ്യുവർ എയർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ T3 - T4 എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ ടർബൈനിലെ എക്സ്പാൻഷനാണ്. ടർബൈൻ എത്തുമ്പോഴത്തേക്ക് അതിനകത്ത് കമ്പസ്റ്റബിൾ ആയിട്ടുള്ള ഗ്യാസസും എല്ലാം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ CPG എന്ന വാല്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് റീഹീറ്റിംഗ് ഈസ് ഈക്വൽ ടു CPG × T5 - T6-. നേരത്തെ പറഞ്ഞത് നമ്മൾ റീഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഇത്രയും മാത്രമേ ബാക്കി കിട്ടുന്നുള്ളൂ. ബാക്കി ഹൈ പ്രഷർ ടർബൈനിലെ വർക്ക് ഔട്ട്പുട്ട് കംപ്രസറിന് മാച്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ദെൻ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് റീഹീറ്റിംഗ് ആകുമ്പോഴത്തേക്കും T4- - TL-. ഓക്കെ, സോ ഇഫ് വി ക്യാൻ പ്രൂവ് T5 - T6- ഈസ് ഗ്രേറ്റർ ദാൻ T4- - TL, അതായത് ഈ പോർഷനിലെ വർക്ക് ഔട്ട്പുട്ട് കൂടുതലുണ്ടെങ്കിൽ, വർക്ക് ഔട്ട്പുട്ട് നമുക്ക് ടർബൈനാണ്, അപ്പോൾ വർക്ക് കൂടുതലാണ് നമുക്ക് വേണ്ടത്. സോ ഇവിടുത്തെ വർക്കാണ് ഈ വർക്കിനേക്കാളും കൂടുതലെന്ന് പ്രൂവ് ചെയ്താൽ വി ക്യാൻ പ്രൂവ് ദാറ്റ് റീഹീറ്റിംഗ് ഇംപ്രൂവ്സ് ദി വർക്ക് ഔട്ട്പുട്ട് ഓഫ് ദി സൈക്കിൾ. ഓക്കെ, നമുക്കറിയാം TS ഡയഗ്രത്തിൽ പ്രഷർ ലൈൻസ് വരയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ്. ഇറ്റ് ഡൈവേർജസ് ഫാർ വെൻ മൂവിങ് ടു ദ റൈറ്റ് സൈഡ്. അത് ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുന്തോറും ഈ പ്രഷർ ലൈൻസിനിടയിലുള്ള ഗ്യാപ്പുകൾ ഇൻക്രീസ് കൊണ്ടിരിക്കും. ഞാൻ ഈ 1 to 6 റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് പ്രഷറാണ്, P1 എന്ന് പറയുന്ന ലൈനാണ്. ദെൻ 2 to 3 ഈ പോകുന്നത് P2 എന്ന ലൈനാണ്. സോ ഒരേ പ്രഷർ ലൈൻ തന്നെയാണ്, പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും ക്ലോസ് ആണ്, പക്ഷേ പിന്നീട് അത് പാരലൽ പോണത്. പിന്നീട് അങ്ങോട്ട് പോകുന്തോറും അതിങ്ങനെ ഡൈവേർജ് ചെയ്തുകൊണ്ടിരിക്കും, അതിനുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഞാൻ ഈ 4 to 5 മാർക്ക് ചെയ്തേക്കുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷർ ലൈനുമാണ്. സോ ഇവിടെയും ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഈ ഒരു എൻഡിൽ ലെഫ്റ്റ് സെൻറ്റിൽ ഈ 2 പ്രഷർ ലൈൻസിനിടയിലുള്ള ഗ്യാപ്പ് വളരെ ചെറുതായിരിക്കും. അങ്ങോട്ട് പോകുന്തോറും പ്രഷർ ലൈൻസ് കുറച്ചും കൂടെ ഡൈവേർജ് ചെയ്താണ് പോകുന്നത്. സോ ദാറ്റ് 5 to 6- എന്ന് പറയുന്നത് എന്തായാലും 4- to L- ഹയർ വാല്യൂ ആയിരിക്കും. ഓക്കെ, സോ ഐ ക്യാൻ സേ ദ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്ത് റീഹീറ്റിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ ദി നെറ്റ് വർക്ക് ഔട്ട്പുട്ട് വിത്തൗട്ട് റീഹീറ്റിംഗ്. വർക്ക് ഔട്ട്പുട്ടിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. സോ വി ക്യാൻ സേ റീഹീറ്റിംഗ് ഇംപ്രൂവ്സ് ദി വർക്ക് ഔട്ട്പുട്ട് ഓഫ് എ ഗ്യാസ് ടർബൈൻ സൈക്കിൾ, ഓപ്പൺ ഗ്യാസ് ടർബൈൻ സൈക്കിൾ. പക്ഷേ ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ T5 to T4- എന്ന് പറയുന്ന പോർഷൻ നമ്മളൊരു എക്സ്ട്രാ ഹീറ്റും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് റീഹീറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ഹീറ്റ് സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസിയിൽ ഡിനോമിനേറ്റർ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ വാല്യൂ വരുന്നത് നമ്മൾ എത്രത്തോളം ഇൻപുട്ട് ഹീറ്റാണോ സപ്ലൈ എന്നുള്ളതാണ്. സോ വിത്തൗട്ട് റീഹീറ്റിംഗ് ആണെങ്കിൽ T3 - T2- എന്ന് പറഞ്ഞാൽ അത്രയും പോർഷനിൽ എനർജി മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വിത്ത് റീഹീറ്റിംഗ് വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ പ്ലസ് ഒരു T5 - T4- അത്രയും ഒരു എനർജിയും കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ എഫിഷ്യൻസി ഓഫ് ദി റീഹീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് വിത്തൗട്ട് റീഹീറ്റിങ്ങിലുള്ള എഫിഷ്യൻസിയേക്കാളും കുറവായിരിക്കും. ഓക്കെ, എഫിഷ്യൻസി കുറവായിരിക്കും, പക്ഷേ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കൂടുതലാണ്. ഇത് ബെനിഫിഷ്യൽ ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് വി ഹാവ് സം വേസ്റ്റ് ഹീറ്റ്, അതായത്
നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റിലാണ്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡിൽ കുറേ എമൗണ്ട് ഓഫ് വേസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ബേണിംഗ് പ്രോസസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് വരുന്നു, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഹീറ്റ് നമുക്ക് വെറുതെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ ഒരു ഹീറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ടോട്ടലി നോക്കുമ്പം നമുക്ക് അതിനകത്തൊരു എക്സ്ട്രാ ഹീറ്റ്, നമുക്കൊരു വേറെ എനർജി ചിലവായില്ല. നമ്മളൊരു ഫ്യൂവൽ ബേൺ ചെയ്ത് ഇത് റീഹീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എനർജി കൊടുക്കുന്നൊന്നുമല്ല. വേറെ എവിടെന്നെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇൻ സർട്ടൺ കേസസ് നമുക്ക് സോളാർ ഹീറ്റ് വരെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സിറ്റുവേഷനിലൊക്കെ ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, വർക്ക് ഔട്ട്പുട്ട് എഫിഷ്യൻസി സൈക്കിൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. പക്ഷേ ഇത് പ്രിഫർ ചെയ്യുന്നത് ഓൺലി ഇഫ് വി ഹാവ് സം വേസ്റ്റ് ഹീറ്റ് അവൈലബിൾ ഫോർ ദിസ് റീഹീറ്റിംഗ് പ്രോസസ്. ഓക്കെ.